ദില്ലിയിൽ മഴ പെയ്തതോടുകൂടി എല്ലായിടങ്ങളിലും വെള്ളത്തിനടിയിലാണ്. 2000 കോടി മുടക്കി അവിടെ ഒരു വലിയ ഇടനാഴി കേന്ദ്ര സർക്കാർ പണിതിരുന്നു, അത് വെള്ളത്തിനടിയിലായി. നമ്മൾ ഇന്നലെ കണ്ടതാണ് ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം, ആളുകൾക്ക് പരിക്കേൽക്കുന്ന പശ്ചാത്തലം. അത് വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഗ്രേറ്റർ നോയിഡയിൽ കെട്ടിടം മതിൽ തകർന്നു വീണ് 3 പേർ മരിച്ചു എന്ന വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ദില്ലിയിൽ നിന്ന് വരുന്ന മഴയുമായി ബന്ധപ്പെട്ട വരുന്ന വാർത്തകൾ വളരെ ഗൗരവതരമാണ്. സ്വാതി നമ്മളോടൊപ്പം ചേരുകയാണ് സമഗ്രമായ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന്. നമുക്ക് സ്വാതിയോട് ചോദിച്ചറിയാം എങ്ങനെയാണ്, മഴയുണ്ടോ, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ? എന്താണ് ഒരു സാഹചര്യം? മഴയ്ക്ക് ശമനമുണ്ടോ? നേരിയ തോതിൽ ഒരു ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം അടക്കം കഴിഞ്ഞ ദിവസം വൻതോതിൽ ശക്തമായ മഴ പെയ്ത് ഭയങ്കര വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ദില്ലിയുടെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട്, ഇന്നലെ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇതുവരെയും ഇറങ്ങാത്ത സ്ഥലങ്ങളുണ്ട്. അത്തരത്തിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. മാത്രമല്ല, മനു നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം ചില ദാരുണ സംഭവങ്ങൾ കൂടി പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഇപ്പോൾ ഗ്രേറ്റർ നോയിഡയിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ് കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടുള്ളത്. 3 കുട്ടികൾ മരണപ്പെട്ടു എന്ന വാർത്തയാണ് രാവിലെ വന്നിട്ടുള്ളത്. മാത്രമല്ല 5 കുട്ടികൾക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ, കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുഞ്ഞുങ്ങൾ കുരുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച അടുത്ത മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നതായിട്ടാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദില്ലി വസന്ത് വിഹാറിൽ കെട്ടിടം തകർന്നു വീണ് തൊഴിലാളി മരിച്ചിട്ടുണ്ട്. 2 തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജിത തെരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെയൊക്കെ തന്നെയും വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്നലെ ദില്ലി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ യോഗമൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഉള്ള എല്ലാ തീരുമാനങ്ങളും ആ യോഗത്തിൽ കൈക്കൊണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെയും ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 1 മേൽക്കൂര പൊളിഞ്ഞു വീണ് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബാക്കി 6ഓളം പേർ ഇപ്പോൾ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന ഘട്ടമാണ്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഈ മഴയുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പരിഹാരം കാണാൻ പറയുമ്പോൾ പോലും ഈ ദില്ലിയെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ കാലയളവിൽ, അതായത് 90 വർഷങ്ങൾക്ക് ശേഷം പെയ്ത ഏറ്റവും വലിയ മഴയാണ്. മഴയുടെ തോത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി, ഈ തോത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വെള്ളക്കെട്ട് ഇറങ്ങുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനത്തെക്കാൾ വലിയ തോതിലുള്ള മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ലഭിച്ചത് എന്ന വാർത്ത ആണ് കഴിഞ്ഞ ദിവസം മന്ത്രി അതിഷി പ്രതികരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വിവിധയിടങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളുണ്ട്, ചേരി പ്രദേശങ്ങളുണ്ട്, കഴിഞ്ഞ ദിവസം നഗരങ്ങളിലടക്കം, ഏറ്റവും പ്രധാന നഗരങ്ങളടക്കം തന്നെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മോദിയൊക്കെ വന്നിട്ട് ുമായി ബന്ധപ്പെട്ട വലിയ വീരവാദമൊക്കെ മുഴക്കിയ ആ പ്രദേശങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. എന്തായാലും ദില്ലിയിൽ ഇന്നത്തെ ഒരു നേരിയ അന്തരീക്ഷം തന്നെയാണ്, ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് നിലവിൽ രാവിലെ ഉള്ളത്. മുന്നോട്ടുള്ള മണിക്കൂറുകൾ എങ്ങനെയാണെന്നുള്ളത് ഇനി കണ്ടറിയണം. മാത്രമല്ല, കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മനു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കാണേണ്ടത്, ഈ ദില്ലിയിലെ പ്രശ്നം വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ വിമാനത്താവളം തകർന്നു വീണ സംഭവം, അതിൻ്റെ ടെർമിനൽ 1 പ്രധാനപ്പെട്ട ഭാഗം തകർന്നു വീണ സംഭവം നാളുകൾക്ക് മുൻപാണ് വലിയ തോതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തത്. ഇത്ര വേഗത്തിൽ ഒരു മഴയത്ത്, ഒറ്റ മഴയത്താണെന്ന് ഓർക്കണം, ഒറ്റ മഴയത്ത് അത് തകർന്നു വീഴുന്നു. അത് രാഷ്ട്രീയപരമായ ആരോപണങ്ങളിലേക്ക് പോകുന്നു. ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണനേട്ടങ്ങളുടെ പ്രതിഫലനമാണ് ഈ കാണാൻ കഴിയുന്നത് എന്നാണ്. അതുമാത്രമല്ല, അവിടെ 2000 കോടി രൂപ മുടക്കിൽ ഒരു വലിയ ഇടംനാഴി ഗ്രേറ്റർ വിസ്റ്റ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയിരുന്നു. അതൊക്കെ വെള്ളത്തിൽ മുങ്ങി മനുഷ്യർ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ നിർമ്മിതികളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന വിഷയം കൂടി മഴ വന്നപ്പോൾ ഉയർന്നു വരികയാണോ?
തീർച്ചയായും മനു അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഭയങ്കര വികസന നേട്ടങ്ങളെന്നൊക്കെ ഉയർത്തി വലിയ വീരവാദമൊക്കെ മോദി സർക്കാരും ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ദില്ലി രാജ്യ തലസ്ഥാനത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളതാണ് ഏറ്റവും ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിലുള്ള ഏറ്റവും വലിയ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ടണലിൻ്റെ ഒക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ പോലും അഴിമതിയും അട്ടിമറിയും നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ജബൽപൂരിലും ഇത്തരത്തിൽ ഒരു എയർപോർട്ടിൽ കഴിഞ്ഞ മാസത്തിലാണ് ഈ ടെർമിനലുമായി ബന്ധപ്പെട്ട മേൽക്കൂര പൊളിയുന്നതുമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അയോധ്യയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പോലും അട്ടിമറിയും അഴിമതിയും ചെന്നിട്ടുണ്ട് എന്ന് തെളിവാക്കുന്നതാണ് ഇത്തരം വിഷയങ്ങൾ എന്നുള്ള ആരോപണം ശക്തമാകുന്നുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും നേരത്തെ പോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചു മാറുന്ന പോലെ തന്നെയും ഈ വിഷയങ്ങളൊന്നും ഒരു തരത്തിലുള്ള പ്രതികരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വ്യോമയാന മന്ത്രി സന്ദർശിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഈ ബിൽഡിങ്ങിന് കുറേ നാളത്തെ പഴക്കമുണ്ട് എന്നുള്ള വസ്തുതാരഹിതമായ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ ടെർമിനലുമായി ബന്ധപ്പെട്ട് ടെർമിനൽ മാർച്ച് 10-നാണ് മോദി വന്ന് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം മറച്ചു വെച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ ഒരു വിമാനത്താവളത്തിന് കുറേ വർഷത്തെ പഴക്കമുണ്ട് എന്നതടക്കം ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള അഴിമതികളും അനാസ്ഥയും ഒക്കെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. അത് വിമർശനം അർഹിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ പാർട്ടി നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ഖാർഗെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ഈ 10 വർഷക്കാലത്തിനുള്ളിൽ വിവിധ ഇടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ ഇത്തരം കണക്കുകളൊക്കെ പുറത്തു വരും എന്നുള്ളതിൽ ഉറപ്പാണ്. എയർപോർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ട് കോടികൾ ചിലവാക്കിയിട്ടും അതൊന്നും തന്നെയും കൃത്യമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വിമർശനാത്മകമായ കാര്യം തന്നെയാണ് മനു. ശരി, ഓക്കെ, താങ്ക് യു സ്വാതിയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. നോക്കൂ എത്രമാത്രം പ്രശ്നങ്ങളാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മഴ പെയ്തു, ദില്ലി നഗരം വലിയ തോതിൽ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ നാട് പോലല്ല, ഒരുപാട് മനുഷ്യർ തെരുവുകളിലൊക്കെ ഉറങ്ങുകയും താമസിക്കുകയും ചെയ്യുന്ന ഇടം കൂടിയാണ് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ദില്ലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ആ മനുഷ്യരുടെ അവസ്ഥ എന്താകും? അവർക്ക് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടോ? അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആരും ചോദിക്കുന്നതുമില്ല, ആരും പറയുന്നതുമില്ല. ആ മനുഷ്യരൊക്കെ എങ്ങനെയോ ജീവിച്ച് മരിച്ച് കടന്നു പോകുന്നു എന്നതല്ലാതെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഈ പറയുന്ന കേന്ദ്ര സർക്കാരുകളോ അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മേഘവിസ്ഫോടനം പോലെ നിമിഷതോതിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങിയപ്പോൾ എന്തൊക്കെ തരത്തിൽ ആരോപണങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു? ഈ വിഷയത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ തന്നെ നമ്മൾ കണ്ടതല്ലേ, ദില്ലിയിൽ വെള്ളം പൊങ്ങിയപ്പോൾ കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ എവിടുന്നോ കിട്ടിയ ഒരു പഴയ ഫോട്ടോ എടുത്ത് കൊച്ചിയിൽ വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കാൻ കാണിച്ച ചിലരുടെ ജാഗ്രതയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഈ നിർമ്മിതികളിലെ ക്രമക്കേടുകൾ. ഇപ്പോൾ ദില്ലി വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 1-ന്റെ പ്രധാനപ്പെട്ട ഭാഗം തകർന്നു വീഴുന്നു. ജബൽപൂർ എയർപോർട്ടിൻ്റെ മധ്യപ്രദേശിലെ ടെർമിനലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തകർന്നു വീഴുന്നു. ഇപ്പോൾ നമ്മുടെ അടൽ സേതു മുംബൈയിൽ കൊട്ടിഘോഷിച്ച് സീലിംഗ് റോഡായി ഉദ്ഘാടനം ചെയ്തതാണ്. കടലിന് കുറുകെ അതിൽ വിള്ളലുകൾ വരുന്നു. മറ്റൊന്ന്, ബീഹാറിൽ വെറും 11 ദിവസങ്ങൾക്കിടയിൽ തകർന്നു വീണത് 5 പാലങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും നമ്മളോട് പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്ന വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് പല ഘട്ടങ്ങളിലും മറുപടി പറയാൻ നിർബന്ധിതരാകേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഏതായാലും പാർലമെന്റിലടക്കം ഈ വിഷയങ്ങളൊക്കെ ശക്തമായി ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് കരുതാം.